കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അഭിയുടെ ജാനകിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അപർണ കൊടും ക്രൂരത ചെയ്തതിന് ശേഷം അത് ശരണ്യയുടെ തലയിലെ കെട്ടിവെക്കാണ്ട് ശ്രമിക്കുകയാണ്. കാരണം അപർണയ്ക്ക് മനസ്സിലായി, ഇനിയിപ്പം തന്റെ കള്ളത്തരം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ താൻ ഈ വീട്ടിൽ നിന്ന് പുറത്താണ്, തന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം തകർന്നടിയും. അപ്പൊ ഏക ഒരു പോംവഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ചെയ്ത കുറ്റം അത് ശരണ്യയുടെ തലയെ കെട്ടിവെക്കുക. കാരണം ശരണ്യ അത് ചെയ്തെന്ന് വരുത്തി തീർക്കാം. അമലിനെ കിട്ടാൻ വേണ്ടിയിട്ട് അമലിന്റെ കല്യാണം കഴിഞ്ഞ് ഇഷ്ടപ്പെടാതെ ശരണ്യ ചെയ്ത പരിപാടിയാണ്. കാരണം തെളിവ് സഹിതമാണ് കിട്ടിയിരിക്കുന്നത്. ഒരു കാരണവശാലും ശരണ്യ തെളിവുകൾ ആരും കാണിക്കരുത്. അപ്പൊ അവളെ ഒതുക്കി വെക്കണം തന്റെ ആവശ്യമാണ്. അങ്ങനെ ശരണ്യയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുവാണ് അപർണ. പാവ ശരണ്യ ഇവള് പറയുന്നതെല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്ന് ഒരു നിമിഷം ആലോചിച്ചു. ജാനിയടുത്തെ വിളിച്ച് സത്യങ്ങളെല്ലാം തുറന്നു പറയാം. പായസത്തിനകത്ത് സ്ലീപ്പിംഗ് പിൽസ് കലക്കിയത് അപർണയാന്നുള്ള സത്യം തുറന്നു പറയാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപർണ അങ്ങോട്ട് വന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്യും? അപർണ പറഞ്ഞു, ഈ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഉറപ്പായിട്ടും നിന്നെ ഇവിടുന്ന് ആദ്യം ഞാൻ തുരത്തും. നീയാണ് ഇതിന്റെ പിന്നിലെന്ന് എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും. പോരാത്തതിന് അജയനെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയത് നീയല്ലേ. അപ്പം നീയാന്ന് ഇവിടെ എല്ലാവരും വിചാരിക്കുകയും ചെയ്യും. ആരും ഒരു കാരണവശാലും എന്നെ തെറ്റിദ്ധരിക്കില്ല. കാരണം എന്താണെന്നറിയോ, പായസം കൊണ്ടുപോയി നീയും അമൃതയും കൂടെ ചേർന്നിട്ടാ. അപ്പൊ നിന്റെ മേലായിരിക്കും കുറ്റം വരത്തുള്ളൂ. പായസം ഉണ്ടാക്കി തന്നു വിട്ട് കഴിഞ്ഞിട്ട് നീ അതിനകത്ത് സ്ലീപ്പിംഗ് പിൽസ് കലക്കിന്ന് ഞാൻ വരുത്തി തീർക്കും. എന്താ, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ എന്ന് ചോദിക്കണം. മര്യാദയ്ക്ക് ഗ്ലാസും കൂടെ തട്ടെ, ആ ഗ്ലാസ് നശിപ്പിച്ച് കളയണമെന്ന് പറയാം. ഇത് കേട്ട് ശരണ്യ പറഞ്ഞു, ഇല്ല ഞാൻ അത് തരത്തില്ല എന്ന് പറയാം. അന്ന ഒരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാരെയും വിളിച്ചോണ്ട് വരാം. എല്ലാരെയും വിളിച്ചോണ്ട് വന്നതിന് ശേഷം നിന്റെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് ഞാൻ കണ്ടെടുക്കും. പിന്നെ അത് പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഇത് കേട്ട ശരണ്യക്ക് മനസ്സിലായി, ഇവള് മനഃപൂർവ്വം തന്നെ കൊടുക്കാണ്ട് ശ്രമിക്കുന്നതെന്ന്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോ എന്തേലും പറഞ്ഞാൽ പോലും ആരും ഇനി ഇവിടെ വിശ്വസിക്കാനും പോകുന്നില്ല. കാരണം അപർണ ഇവിടുത്തെ മരുമോളാണ്. താനോ ശരണ്യന്റെ പെങ്ങള് മാത്രമാണ്. ഈ പറയുന്ന അമൃത പോലും തന്നെ വിശ്വസിച്ചെന്ന് വരില്ല. ഈ വീട്ടിൽ എല്ലാവർക്കും പൊന്നു എന്ന് വെച്ചാൽ അത്രയ്ക്ക് ജീവനാണ്. പൊന്നുവിന് എന്തേലും സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വെറുതെ ഇരിക്കാനും പോകുന്നില്ല. അപ്പൊ താനാണ് ഇത്രയും വലിയൊരു ക്രൂരമായ പ്രവൃത്തി ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും തനിക്ക് ഈ വീട്ടിലേക്ക് കയറാൻ പോകാൻ പറ്റില്ല. തനിക്ക് മാത്രമല്ല, മിക്കവാറും അമൃതയെടുത്തിട്ട് ശരണേട്ടനും ജീവിതം കൂടെ തകരും. അതൊരിക്കലും പാടില്ല. പിന്നീട് ശരണ്യ പറഞ്ഞു, ഇല്ല ഞാൻ ഇത് ആരോടും പറയില്ല എന്ന് പറയണം. അങ്ങനെ വരട്ടെ, അങ്ങനെ തന്നെ വേണം. പറഞ്ഞു വയ്ക്കാൻ ഓർമ്മയുണ്ടല്ലോ. ഇനി ഇതിൻ്റെ ഒരു മാറ്റം വല്ലെന്ന് പറയണം. ഈ സമയം ഐസുവിന്റെ ഫ്രണ്ടിൽ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അഭിയും ജാനകിയും. പിന്നെ ഡോക്ടർ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. ഈ സമയം ഡോക്ടർ ചോദിച്ചു, അല്ല ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. എന്താ ഡോക്ടറെ? ഇത്ര സമയം ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഫുഡ് പോയിസണോ മറ്റോ ആയിരുന്നാ. പക്ഷേങ്കിൽ അതൊന്നും അല്ല കാര്യം. വേറെ എന്തോ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. വിഷാംശം കടന്ന അങ്ങനെ എന്തോ ഒരു സംഭവം കുട്ടിയുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. കുട്ടി എന്തൊക്കെ ഫുഡാ കഴിച്ചെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ പെട്ടെന്ന് ജാനകി പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല, അവസാനമായിട്ട് കഴിച്ചത് പായസമാന്ന് പറയണം. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ പായസത്തില് എന്തോ ഒരു സംഭവം കലർന്നിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ പെട്ടെന്ന് അഭി പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ല ഡോക്ടറെ, ഞങ്ങൾ എല്ലാവരും പായസം കുടിച്ചാ പിന്നെ എങ്ങനെ ശരിയാവെന്ന് ചോദിക്കുക. അതെങ്ങനെയാന്ന് അറിയത്തില്ല. ഒരു പക്ഷെ മനഃപൂർവ്വം കുട്ടിയുടെ ഗ്ലാസ്സിനകത്ത് ആരെങ്കിലും ആ ഒരു പൊടി കലക്കിയതാണെന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയാം. ഇത് കേട്ട അജയ് ഒന്ന് ഞെട്ടി. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും? ഡോക്ടർ പറഞ്ഞു, ട്രൈ ചെയ്തോണ്ടിരിക്കുക, ഇപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നുന്ന. കാരണം കുട്ടി നല്ല മയക്കത്തിലാണ്. അപ്പൊ എന്താ കുട്ടിക്ക് അകത്ത് എന്നെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയിട്ട് ചികിത്സയൊക്കെ നടത്താൻ പറ്റും. ഇപ്പൊ എന്താ അകത്തേന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ലോ, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് പറയണം. ഇത് കേട്ടപ്പോ ജാനകി പൊട്ടിക്കരാൻ തുടങ്ങി. ജാനകി അഭയോട് പറഞ്ഞു, ആരായിരിക്കും അഭയേട്ട അങ്ങനെ ചെയ്തേ? അങ്ങനെ ആരെങ്കിലും മനഃപൂർവ്വം പൊന്നുവിന്റെ പായസത്തിനകത്ത് എന്തെങ്കിലും കലർത്തുവോ? എനിക്ക് തോന്നുന്നില്ല. പൊന്നു എന്ന് വെച്ചാൽ വീട്ടിൽ എല്ലാവർക്കും ജീവനല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട അജയ് പറഞ്ഞു, ഒരു പക്ഷേ മനഃപൂർവ്വം ആരെങ്കിലും ചെയ്താണെങ്കിലോ? ഇനിയിപ്പൊ പൊന്നുവിനെ കരുതിയിട്ടല്ല, വേറെ ആരെങ്കിലും ഉദ്ദേശിച്ച് ചെയ്തിട്ട് പൊന്നു ആ പായസം കുടിച്ചാണെങ്കിലോ? ഇത് കേട്ട അഭിക്കും തോന്നി, ശരിയായിരിക്കും, ഒരു പക്ഷെ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട്. ജാനകി പറഞ്ഞു, എനിക്കറിയില്ല അഭിയേട്ടാ, പായസം ഉണ്ടാക്കിയത് അപർണയാണ്. അപർണ ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അമൃത ശരണ്യാണ് കൊണ്ടെത്തന്നത്. ഞാനാണെങ്കിൽ കുറച്ച് കുടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരിക ചെയ്തേ അജയനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. പക്ഷേങ്കിൽ അതിന്റെ സമയത്ത് ഇങ്ങനെ നടന്ന് എനിക്ക് എന്ത് ചെയ്യേണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് കരയുവാണ്. അജയ് വന്നിട്ട് പറഞ്ഞു, സാരില്ല വിഷമിക്കണ്ട. ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, കുറെ സമയം ഉറങ്ങിക്കഴിയുമ്പം ശരിയാവുന്നല്ല പറഞ്ഞ് ധൈര്യമായിട്ട് എനിക്ക് അടുത്തെന്ന് പറയാണ്. ഈ സമയം പ്രഭാവതി ഹോസ്പിറ്റലിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ അജയ് കാര്യങ്ങളൊക്കെ പറയാണ്. നല്ല ഉറക്കവാ ഇനി. പക്ഷേങ്കിൽ വിഷാംശം കലർന്ന കാര്യമൊന്നും പറഞ്ഞില്ല. ഇനി അവരെ അങ്ങോട്ട് ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ കരുതി അങ്ങനെ പറഞ്ഞത്. പിന്നീട് പ്രഭാവതി പറഞ്ഞു, അജയ് വിളിച്ചിട്ടുണ്ടായിരുന്നു, പൊന്നു ഇപ്പോഴും നല്ല ഉറക്കത്തിലാന്നാ പറഞ്ഞേ. ഇത് കേട്ടതും അമൃതയ്ക്ക് വല്ലാത്ത സംശയം. അമൃത പറഞ്ഞു, അല്ല പൊന്നു അങ്ങനെ കിടന്ന് ഉറങ്ങുമോ? അത്രയും സമയം പൊന്നു കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞാൽ
അതെ കരഞ്ഞു തളർന്ന പൊന്നു ഇത്ര സമയം കിടന്ന് ഉറങ്ങുമെന്ന് ചോദിക്കുക. ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലോ എന്ന് പറയാം. സൂര്യനാരായണൻ പറഞ്ഞു, ഒരു പക്ഷേങ്കില് നമ്മളെ ആരെയും കാണാതെ വന്നപ്പോഴത്തേനും പൊന്നു വല്ലാതെ ഭയന്ന് പോയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. എന്നാലും എനിക്ക് എന്തോ ചില സംശയങ്ങളൊക്കെ ഉണ്ട്, പൊന്നുവിന് വേറെന്തോ സംഭവിച്ചാന്ന്. ഇത് കേട്ടതും അപർണയൊന്നും മിണ്ടാ നിൽക്കാണ്. അപർണയ്ക്കാണ് എന്ത് മറുപടി പറയാൻ നടത്തില്ല. ഒരു പക്ഷെ താൻ ഇവിടെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വല്ലാത്ത പ്രശ്നമാവും. ഇപ്പൊ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി, അല്ലെങ്കിൽ എന്തേലും പറഞ്ഞ ആകെപ്പാടെ പ്രശ്നമാണെന്ന് അപർണയ്ക്ക് മനസ്സിലായി. പിന്നീട് അമല ആകെപ്പാടെ സങ്കടപ്പെട്ടിരിക്കുക. അമലിന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പൊന്നു ആയിരുന്നല്ലോ. എപ്പോഴും അമല പൊന്നുവിന്റെ കൂടെ കളിച്ചും ചിരിച്ച് നടക്കണേ. ഈ സമയം പ്രഭാവതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, നീ എന്താ അമല ഇങ്ങനെ ഇരിക്കണേ, നിങ്ങൾ എഴുന്നേറ്റ് വരാൻ പറയണം. വേണ്ടമ്മേ, ദേ എനിക്ക് പൊന്നുവിന്റെ കാര്യത്തിൽ ഒരു സമാധാനമില്ല. കുഴപ്പമില്ല, അവള് ഹോസ്പിറ്റലല്ലേന്ന് ചോദിക്കുക. എന്നാലും പൊന്നുവിന് എന്ത് പറ്റിയെന്ന് അറിയാതെ ഒരു വിഷമം അറിയാം. അവൾക്ക് വേറൊന്നും സംഭവിക്കാൻ വഴിയില്ല, അവള് കരഞ്ഞ് തളർന്നിട്ടുണ്ടായിരിക്കൂടാ, അതായിരിക്കും. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇതുവരെ ഇപ്പോഴും അവള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ലെന്ന് പറഞ്ഞ്, നല്ല ഉറക്കമാന്നാ പറഞ്ഞേ. ഒരു പക്ഷെ ആ ഷോക്ക് കിട്ടിയതുകൊണ്ടായിരിക്കും, ആരെയും കാണാതെ വന്നപ്പോഴത്തെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാം. അമല് പറഞ്ഞു, അങ്ങനെ അവൻ ഒരു വഴിയില്ലമ്മേ. ഇതിനു മുമ്പും ഇവള് കരഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയൊന്നും അവൾക്ക് സംഭവിച്ചിട്ടില്ലോ. ഇതിപ്പോ ആദ്യമായിട്ടല്ലേന്ന് ചോദിക്കും. ഇനി നമ്മളാരും ഇല്ലായിരുന്നല്ലോ ഇവിടെ, അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയണം. പക്ഷെ അമലിനും ചില സംശയങ്ങളൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് തമ്പി അപർണനെ വിളിക്കുകയാണ്. അപർണനെ വിളിച്ചിട്ട് പൊന്നിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയം അപർണ പറഞ്ഞു, കൂടുതലൊന്നും അറിയത്തില്ല, ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, പൊന്നു ഇപ്പോഴും നല്ല ഉറക്കമാന്നാ പറഞ്ഞേ. ഇത് കേട്ടൻ തമ്പിക്ക് ചില സംശയം. തമ്പി പറഞ്ഞു, മോളെ നീ എന്തേലും പണി പറ്റിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. പെട്ടെന്ന് അപർണ ചുറ്റും നോക്കി, ആരെങ്കിലും ഉണ്ടോന്ന്. എന്താച്ചാ അങ്ങനെ വെച്ചേ? അല്ല, എനിക്ക് നിന്നെ ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടതും അപർണ പറഞ്ഞു, അച്ഛാ എനിക്കൊരു കൈപ്പഴ പറ്റിയതാന്ന് പറയണേ. എന്ത്? പിന്നീട് ജാനയ്ക്ക് കൊടുക്കാൻ വെച്ച പായസത്തിനകത്ത് സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുക കാര്യമൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പി വെച്ചു, നീ എന്ത് ബുദ്ധിമോശം മോളെ കാണിച്ചേന്ന് ചോദിക്കുക. അച്ഛൻ ഞാൻ മനഃപൂർവ്വം അല്ല, അതപ്പാ ആ ജാനകി ഉണ്ടല്ലോ, അവൾ ക്ഷേത്രത്തിലേക്ക് വരില്ല, വിളക്കെടുക്കരുത്, അത് മാത്രം എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് പായസം മാറിപ്പോന്നും പൊന്നും അത് കുടിക്കുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാണ്. ഈ സമയത്ത് തമ്പിയുടെ ഭാര്യ കൊണ്ട് വന്നു. എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അപർണ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു. പെട്ടെന്ന് തമ്പി പറഞ്ഞു, മോളെ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അറിയാലോ. എന്തായാലും ചെറിയ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ നീ പഠിക്ക പുറത്താ. ശരിക്കും നിനക്ക് അറിയത്തില്ല സൂര്യനെ, എനിക്കറിയാം അവനെ, അതുകൊണ്ടാ പറഞ്ഞേ. ഒരു കാരണവശാലും നീ പിടികൊടുക്കരുത്. ഇനി എന്തേലും വന്നാൽ നള്ളിയുടെ മേത്തോ ശരണ്യയുടെ മേത്തോ ആടെ മേത്താളും കുഴപ്പമില്ല, പഴിചാരി നീ രക്ഷപ്പെടാൻ നോക്കണം, അറിയാലോ എന്ന് പറയണം. അച്ഛാ കക്കാൻ പഠിച്ചാൽ നിൽക്കാനും എനിക്കറിയാന്ന് പറയണം. ഈ അപർണയുടെ മേലെ ആരും പഴിചാരാൻ പോകുന്നില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇത് കേട്ടൻ തമ്പി പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, ഇനി ഇങ്ങനത്തെ ബുദ്ധിമോശം പരിപാടികളൊന്നും കാണിക്കരുത്. അറിയാലോ ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസുകാരാവും, പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്, പിന്നെ ചോദ്യം ചെയ്യലാവും, വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പറയാം. അങ്ങനെയൊന്നുമില്ല അച്ഛാ, ഒന്നും സംഭവിക്കില്ല എന്ന് പറയണം. അങ്ങനെ ഫോൺ വെച്ചും തമ്പി വെച്ചു. അല്ല അപ്പൊ അവളാണ് ഇതിന് പിന്നിലല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടാൻ തമ്പി പറഞ്ഞു, വെറുതെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ പറയരുത്, എനിക്ക് അപ്പോഴേ സംശയം തോന്നിയായിരുന്നു, ജാനകി അങ്ങോട്ട് ഇന്ന് വിളക്കേന്താൻ വരത്തില്ല എന്ന് അവൾ ക്ഷേത്രത്തിൽ വെച്ച് എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെങ്കിൽ ജാനകി വന്നു, ആ പൊന്നു ആ കുഞ്ഞു കൊച്ച് ഇതിന് മാത്രം എന്ത് പാവം അത് ചെയ്തേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയാണ് മര്യാദ, മോളോട് മര്യാദയ്ക്ക് അവിടെ നിൽക്കാൻ പറ. ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം താർന്ന് അവൾ വീട്ടിൽ വന്ന് നിൽക്കുമെന്ന് പറയാം. ഇത് കേട്ടാൻ തമ്പി പറഞ്ഞു, അതെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്, നീ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വരണ്ടെന്ന് പറയാണ്. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അഭിയും ജാനകിയും ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. കുറച്ചും ഡോക്ടർ പറഞ്ഞു കയറി കണ്ടോളാൻ പറയാണ് പൊന്നുവിനെ. അങ്ങനെ അവരെ കയറി കാണുന്ന സമയത്ത് പൊന്നു നല്ല ഉറക്കത്തിലായിരുന്നു. പൊന്നു അപ്പോഴും കണ്ണു തുറന്നിരുന്നില്ല. പൊന്നുവിടെ ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടമായിപ്പോയി അഭിക്ക്. അഭിപ്പ് അതൊക്കെ പൊന്നുവിന് തലയെ കൂടെ തലോട്ടിയിട്ട് പറഞ്ഞു, ക്ഷമിക്കും മോളെ, നീ എൻ്റെ കൂടെ വരണമെന്നും പറഞ്ഞിരുന്ന, പക്ഷെ ഈ അച്ഛനാ പറഞ്ഞ വേണ്ടാന്ന്. ഒരു പക്ഷെ നീ എൻ്റെ കൂടെ വരുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അഭി ഇരുന്ന് കരയുവാണ്. ഇത് കണ്ടും ജാനകിക്കും അങ്ങോട്ട് സഹിച്ചില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അപർണയുടെ കള്ളത്തിൽ അധികം വൈകാതെ തന്നെ പിടിക്കപ്പെടും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.